പ്രിയ വിദ്യാർത്ഥികളെ, ഫിസിക്സിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സോട് കൂടി താപഫലം പൂർത്തിയായി. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ പാഠത്തിൽ നമ്മൾ വൈദ്യുതിയുടെ പ്രധാനപ്പെട്ട 2 ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് താപഫലം, 2 പ്രകാശഫലം. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് താപഫലം, താപനോപകരണങ്ങൾ, ജൂൾ നിയമം, ജൂൾ നിയമത്തിൻ്റെ ഗണിത രൂപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ, താപഫലം ഉപയോഗപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിട്ടുള്ള സുരക്ഷാ ഫ്യൂസിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് അവസാനം എന്താണ് വൈദ്യുത പവർ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് പ്രകാശഫലത്തിനെ കുറിച്ചിട്ടാണ്. വൈദ്യുതിയുടെ പ്രകാശഫലം തുടങ്ങിയാലോ? വൈദ്യുതിയുടെ പ്രകാശഫലം. പ്രകാശഫലം എന്തായിരുന്നു മക്കളെ? താപഫലം. വൈദ്യുതോർജത്തിനെ താപോർജമാക്കി മാറ്റുന്നതിനെയാണ് താപഫലം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വൈദ്യുതിയുടെ പ്രകാശഫലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. എന്തായിരിക്കും? വൈദ്യുതി എന്ന് പറയുന്ന ഊർജ്ജരൂപത്തിനെ, അതായത് വൈദ്യുതോർജത്തിനെ പ്രകാശോർജമാക്കി മാറ്റുന്നതാണ് പ്രകാശഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൈദ്യുതോർജം പ്രകാശോർജമാക്കി മാറ്റും. എല്ലാം ഇങ്ങനെ ചെറിയ പോയിന്റുകളായിട്ട് ഓർമ്മിച്ചാൽ മതി. വളരെ സിമ്പിളാണ് നമ്മുടെ ചാപ്റ്റർ. വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു, അല്ലേ? ഇനി താപഫലത്തിൽ വൈദ്യുതോർജത്തിനെ താപോർജമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള ഉപകരണങ്ങളുടെ പേരായിരുന്നു, അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉപകരണങ്ങളുടെ പേരായിരുന്നു വൈദ്യുത താപനോപകരണങ്ങൾ. അപ്പൊ താപനോപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് വൈദ്യുതോർജത്തിനെ താപോർജമാക്കി മാറ്റാൻ പറ്റും. ഇനി വൈദ്യുതോർജത്തിനെ പ്രകാശോർജമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാണ് വൈദ്യുത വിളക്കുകൾ, ഇലക്ട്രിക് ലാംപ്സ്. ഓക്കെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വൈദ്യുത വിളക്കുകൾ ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വൈദ്യുത ലാമ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രധാനപ്പെട്ട ലാമ്പുകളുടെ പേരുകൾ, അവയിൽ എങ്ങനെയാണ് ഈ പറയപ്പെട്ട വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ലാമ്പാണ് ഫിലമെന്റ് ലാമ്പ്. ഫിലമെന്റ് ലാമ്പുകൾ. ഫിലമെന്റ് ലാമ്പുകൾ നിങ്ങൾ കേൾക്കണം, നന്നായിട്ട് കേട്ട് മനസ്സിലാക്കണേ. ഫിലമെന്റ് ലാമ്പുകൾ. ഈ ഫിലമെന്റ് ലാമ്പുകൾക്ക് വേറൊരു പേരുണ്ട് കേട്ടോ. ആ പേരാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ. ഇൻകാൻഡസെന്റ് ലാമ്പുകൾ. ഇത് ആക്ച്വലി ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ട വൈദ്യുത ലാമ്പാണ് ഈ ഫിലമെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. ഓർമ്മയില്ലേ? തോമസ് ആൽവ എഡിസനെ കുറിച്ചിട്ട് അറിയില്ലേ? അദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം എന്താണ് ഈ ഫിലമെന്റ് ലാമ്പുകൾ എന്ന് ചോദിച്ചാൽ, ഈ ഫിലമെന്റ് ലാമ്പിന്റെ ഉള്ളിൽ ഒരു ഫിലമെന്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള വൈദ്യുതി കടന്നു പോകുന്ന ഒരു ഭാഗം. ആ ഫിലമെന്റിലേക്ക് കൂടിയിട്ട് പ്രകാശം വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ആ ഫിലമെന്റ് നല്ലോണം ചൂടാകും, നന്നായിട്ട് ചൂടാകും. ചൂടാകുന്നതിന്റെ
അതിന്റെ ഫലമായിട്ട് ഫിലമെന്റ് ചൂടാകുന്നതിന്റെ ഫലമായിട്ട് ഫിലമെന്റ് ചുട്ടുപഴുക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രകാശോകം ലഭിക്കും. അതായത് ചുട്ടുപഴുത്ത ഫിലമെന്റ് ആണ് ഫിലമെന്റ് ലാമ്പിൽ പ്രകാശം തരുന്നത്. ആ ഫിലമെന്റിനെ ചുട്ടുപഴുക്കാൻ സഹായിച്ചതാരാണ്? അത് വൈദ്യുതോർജ്ജമാണ്. അതായത് വൈദ്യുതോർജ്ജം ഉപയോഗിച്ചിട്ട് ഫിലമെന്റിനെ ചൂടാക്കുന്നു, ഫിലമെന്റ് ചുട്ടുപഴുക്കുന്നു, ആ ചുട്ടുപഴുത്ത ഫിലമെന്റിൽ നിന്ന് പ്രകാശോകം പുറത്തു വരും. അപ്പൊ എന്താണ് ഫിലമെന്റ് ലാമ്പുകൾ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ചുട്ടുപഴുത്ത ഫിലമെന്റ് പ്രകാശം പുറപ്പെടുവിക്കുന്ന ലാമ്പുകളാണ്. ഓക്കെ, എന്താണ്? ചുട്ടുപഴുത്ത ഫിലമെന്റ് പ്രകാശം പുറപ്പെടുവിക്കുന്ന ലാമ്പുകൾ. ഓക്കെ, ചുട്ടുപഴുത്ത ഫിലമെന്റ് പ്രകാശം പുറപ്പെടുവിക്കുന്ന ലാമ്പുകളാണിവ. ഓക്കെ, അപ്പോ ഇതിലുണ്ടല്ലോടാ ഈ ചുട്ടുപഴുത്തിട്ട് പ്രകാശം പുറപ്പെടുവിക്കുന്ന, അതായത് ചൂടായിട്ട് തിളങ്ങുന്ന എന്നർത്ഥമുള്ള ഗ്രീക്ക് വേർഡാണ് ഇൻകാൻഡസെന്റ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് വന്നത്? ഇൻകാൻഡസെന്റ് എന്നുള്ള പേര് വന്നത്. സോ ഇൻകാൻഡസെന്റ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇൻകാൻഡസെന്റ്. ഇൻകാൻഡസെന്റ് എന്ന് പറഞ്ഞാൽ താപത്താൽ തിളങ്ങുന്ന എന്നാണ്, അല്ലെ? അപ്പൊ ഈ പേര് തികച്ചും അനുയോജ്യമാണല്ലോ, ശരിയല്ലേ? താപത്താൽ തിളങ്ങുന്ന, ചൂടായിട്ടല്ലേ, നന്നായിട്ട് ചൂടായിട്ടാണ് ഫിലമെന്റിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നത്. സോ ചുട്ടുപഴുത്ത ഫിലമെന്റ് പ്രകാശം പുറപ്പെടുവിക്കുന്ന ലാമ്പുകളാണ് ഫിലമെന്റ് ലാമ്പുകൾ. അതിനെന്തുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് എന്നുള്ള പേര് വന്നത്? അതിന്റെ അർത്ഥം താപത്താൽ തിളങ്ങുന്ന എന്നാണ്. അപ്പൊ ഈ പേര് തികച്ചും ആപ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫിലമെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയാൻ പോവാണ്. എന്താണ് ഫിലമെന്റ് ലാമ്പ് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഫിലമെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കും, എന്നിട്ട് അതിൽ എങ്ങനെയാണ് പ്രകാശം ഉണ്ടായത് എന്ന് പറയും. കേൾക്കാലോ? അപ്പോ നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഫിലമെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പറയട്ടടാ പെണ്ണുമക്കളെ. ഇതില്ലടാ, ഈ കറന്റ് പോകുന്നതിന്റെ ഫലമായിട്ട് ചൂടായിട്ട്, കറന്റ് പോകുന്നതിന്റെ ഫലമായിട്ട് നന്നായിട്ട് ചൂടായിട്ട് പ്രകാശം പുറപ്പെടുവിക്കുന്ന ആ ഭാഗം, അതാണ് നമ്മുടെ ഫിലമെന്റ്. ഓക്കെ, അത് പല രീതിയിൽ വെക്കാറുണ്ട്. ചുരുട്ടി വെക്കാറുണ്ട്, ഈ രീതിയിൽ വെക്കാറുണ്ട്, ഇങ്ങനെ വെക്കാറുണ്ട്. ഓക്കെ, അല്ല ഇവിടെ തന്നെ ചുറ്റിട്ട് തന്നെ ഉണ്ടാവും. പരമാവധി ഇങ്ങനെ ചുറ്റിട്ട് എങ്ങനെയാ വെക്കുന്നത്? പല രീതിയിൽ ചുറ്റിട്ട് വെക്കും. സാധാരണ ഫിലമെന്റ് ചുറ്റിയിട്ടാണ് ഉണ്ടാവാം. ഓക്കെ, കാരണം ഉണ്ട് കേട്ടോ. ഫിലമെന്റ് ഇങ്ങനെ ചുറ്റിട്ട് വെക്കുന്നതിന് കാരണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഫിലമെന്റിനെ ഈ രീതിയിൽ ചുറ്റിട്ട് വെക്കുന്നു. ഇതാണ് ചുറ്റി വെച്ച ഫിലമെന്റ്. ഈ ഫിലമെന്റ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക വസ്തു കൊണ്ടാണ്. ആ വസ്തുവാണ് ടങ്സ്റ്റൺ. എന്താണ് ടങ്സ്റ്റൺ? സോ ഒന്നാമത്തെ ഭാഗം ടങ്സ്റ്റൺ ഫിലമെന്റ്. ടങ്സ്റ്റൺ ഫിലമെന്റ്. ടങ്സ്റ്റന്റെ പ്രത്യേകത അറിയാവോ? റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധലോഹമാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ഫിലമെന്റ് അതിന്റെ റെസിസ്റ്റിവിറ്റി ഒരുപാട് കൂടുതലാണ്. ഓക്കെ, അപ്പോ റെസിസ്റ്റിവിറ്റി കൂടിയ ശുദ്ധലോഹമായിട്ടുള്ള ടങ്സ്റ്റൺ ആണ് ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ഫിലമെന്റ് ലാമ്പിന്റെ ഫിലമെന്റ്. ഓക്കെ, ഇനി ഈ ഫിലമെന്റിലേക്ക് കറണ്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഫിലമെന്റിന് ഉയർന്ന പ്രതിരോധമാണുള്ളത്. റെസിസ്റ്റിവിറ്റി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ പ്രതിരോധം നന്നായിട്ട് കൂടുതലായിരിക്കും. സോ ഇതിലേക്ക് കറണ്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് പ്രതിരോധം കുറവുള്ള 2 ചെമ്പ് കമ്പികൾ ഉണ്ടാവും. 2 ചെമ്പ് കമ്പികളുടെ അറ്റങ്ങളിലായിട്ടാണ്, ഇതാണ് 2 ചെമ്പ് കമ്പികൾ. ഈ 2 ചെമ്പ് കമ്പികളുടെ അറ്റങ്ങളിലായിട്ടാണ് നമ്മുടെ ഫിലമെന്റ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ആ ചെമ്പ് കമ്പികളെ നമ്മൾ സാധാരണ പറഞ്ഞ പേരാണ് ഇലക്ട്രോഡുകൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റൂലാവേ. അപ്പോ ഈ ചെമ്പ് കമ്പികളെ കവർ ചെയ്തുകൊണ്ട് ചെറിയ 2 ഗ്ലാസ് ട്യൂബുകൾ ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കാം കേട്ടോ. വീട്ടിലുണ്ടല്ലോ.
വീട്ടിൽ നോക്കുക, ഫിലമെന്റ് ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റൂടോ മക്കളെ? ഇതാ ഇങ്ങനെ രണ്ട് ചെറിയ ഗ്ലാസ് ട്യൂബുകൾ ഉണ്ടാവും. അത് എന്താണത്? അത് ഫിലമെന്റിനെ താങ്ങി നിർത്തുന്ന ചെമ്പ് കമ്പികളാണ് ഈ രണ്ടാമത്തെ ഭാഗം. ഫിലമെന്റിനെ താങ്ങി നിർത്തുന്ന ചെമ്പ് കമ്പികൾ. ഓക്കെ, ഫിലമെന്റിനെ താങ്ങി നിർത്തുന്ന ചെമ്പ് കമ്പികൾ. അതിന് വേറെ പേരുണ്ടല്ലോ, എന്താണ്? ഇലക്ട്രോഡുകൾ. ഓക്കെ, ഇലക്ട്രോഡുകൾ. അപ്പൊ അത് പഠിച്ചു. അപ്പൊ ഇതെന്തിനാണ് ആക്ച്വലി ഇതിലേക്ക് കറണ്ട് കടത്തി വിടുക. അപ്പൊ ഇതിലേക്ക് കറണ്ട് വരണ്ടേ? ഇതിലേക്ക് കറണ്ട് വരണ്ട. അപ്പൊ ഇതിന്റെ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കണം. സർക്യൂട്ടിലെ ഹോൾഡർ എന്നുള്ള ഭാഗത്താണ്, സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഹോൾഡറുകളിലാണ് ബൾബിനെ നമ്മൾ മുക്കി വെക്കുക, അല്ലെ? അപ്പൊ ഹോൾഡറുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്ക് ഭാഗത്തെ ഇതിന്റെ ഈ നമ്മുടെ ഫിലമെന്റിന്റെ ഇലക്ട്രോഡുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു ലോഹഭാഗം ഉണ്ടാവും. ഒരു ലോഹഭാഗം ഈ രീതിയിൽ ഒരു ലോഹഭാഗം ഉണ്ടാവും. ഓക്കെ, കണ്ടിട്ടുണ്ടാവില്ല? ഇതിന്റെ മുകളിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ബൾജ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതുണ്ടല്ലേ ഈ നമ്മുടെ ഇലക്ട്രോഡുകൾ, അതായത് ചെമ്പ് കമ്പി, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗം അതാണ് അടുത്തത്. എന്താണ്? ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗം. ഇനിയാണ് സംഗതി. ഇതെന്താ പറയുക? നമ്മുടെ ഈ ഫിലമെന്റ് ഉണ്ടല്ലോ, ഫിലമെന്റ് ചുട്ടുപഴുത്തിട്ടാണ് എന്ത് വേണ്ടത്? പ്രകാശം തരേണ്ടത്. പക്ഷെ ഈ ഫിലമെന്റ്, ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രശ്നമുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ വായുമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. വായുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഓക്സീകരണം സംഭവിച്ച് പൊട്ടിപ്പോകും. നമ്മൾ അന്ന് നിക്രോമിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോ ഇത് ചൂടാകുന്ന സമയത്ത് വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് ബൾബ് ഉണ്ടാവും. ഓക്കെ, എന്തിനാ ഗ്ലാസ് ബൾബ് ഉപയോഗിച്ചത്? ഗ്ലാസ് കൊണ്ടുള്ള ബൾബ് ഉപയോഗിച്ചതിനാ? എടോ, ഇതിന്റെ ഉള്ളിലുള്ള പ്രകാശം പുറത്തോട്ട് വരണ്ടേ? അപ്പൊ എന്താണ്? സുതാര്യമായിട്ടുള്ള ഒരു വസ്തു കൊണ്ട് തന്നെ കവർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ചത്. ഓക്കെ, ഒരു ഗ്ലാസ് ബൾബ്. ഇതാണ് അടുത്ത ഭാഗം. ഓക്കെ, അപ്പൊ എന്താണ് ലാസ്റ്റത്തെ ഭാഗം? ഒരു ഗ്ലാസ് ബൾബ്. അപ്പൊ ഓരോന്നും എന്തിനാണ്, ഏതൊക്കെയാണ് ഭാഗങ്ങൾ, ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും ക്ലിയറായിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫിലമെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സംശയം ഉണ്ടാവില്ല. നമ്മുടെ ഫിലമെന്റ്, ഈ ഫിലമെന്റ് ആണ് ചുട്ടുപഴുത്തിട്ട് പ്രകാശം തരുന്നത്. ഇനിയോ, ഇത് ആ ഫിലമെന്റിനെ താങ്ങി നിൽക്കുന്ന രണ്ട് കമ്പികൾ, ചെമ്പ് കമ്പികളാണ്. ആ ചെമ്പ് കമ്പികളിലെ കൂടിയിട്ടാണ് കറണ്ട് വരേണ്ടത്. ഈ ചെമ്പ് കമ്പികളിലേക്ക് കറണ്ട് കടത്തി വിടണമെങ്കിൽ ഇതിനെ സർക്യൂട്ടുമായിട്ട് ബന്ധിപ്പിക്കണം, അല്ലെ? അപ്പൊ സർക്യൂട്ടിലെ ഹോൾഡറിലേക്ക് ഈ ബൾബിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഹഭാഗം ബാക്കിൽ ഇങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെയോ, ചൂടാകുന്ന സമയത്ത് വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ഇതിന് ചുറ്റും ഒരു ആവരണം വേണം. ഓക്കെ, ആവരണം എങ്ങനെയുള്ളതായിരിക്കണം? ഇതിന്റെ ഉള്ളിലുള്ള പ്രകാശത്തിനെ പുറത്തേക്ക് കടത്തിവിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആവരണമായിരിക്കണം. അതുകൊണ്ട് ഒരു ഗ്ലാസ് ബൾബ് നമ്മൾ ഉപയോഗിക്കുന്നു. സംശയമില്ലല്ലോ മക്കളെ? ഇനി നമുക്ക് അതിന്റെ പ്രവർത്തനം നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഈ ഫിലമെന്റ് ലാമ്പിൽ പ്രകാശം ഉണ്ടാകുന്നത്? നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം. നമ്മൾ എന്താണ് ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുമ്പോഴേ അത് പറഞ്ഞു കഴിഞ്ഞു. ചുട്ടുപഴുത്ത ഫിലമെന്റ് പ്രകാശം പുറപ്പെടുവിക്കുന്ന ലാമ്പുകൾ എന്ന് പറഞ്ഞു. അതായത് ഫിലമെന്റ് ചുട്ടുപഴുത്തിട്ടാണെന്നുണ്ടാകുന്നത് പ്രകാശം ഉണ്ടാകുന്നത്. അതായത് നമ്മളെ വീട്ടിൽ ഇങ്ങനെ സർക്യൂട്ട് ഇതെന്താ പറയുക, വൈദ്യുതീകരണം നടത്തിയിട്ടുണ്ടല്ലോ, അല്ലേ?
വയറിംഗ് നടത്തിയിട്ടുണ്ടല്ലോ. ആ വയറിംഗിൽ 2 കമ്പികളാണുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂസ് വരുന്ന സ്ഥലത്ത് എന്താണ് ഫേസും ന്യൂട്രലും അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഹോൾഡർ ഉണ്ടല്ലോ, ഹോൾഡർ ഓർമ്മയില്ലേ? ചുമരിൽ ഇങ്ങനെ ഒരു ഹോൾഡർ വെച്ചിട്ടുണ്ടാവും. ആ ഹോൾഡറിലേക്കാണ് നമ്മൾ ബൾബ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോൾഡറിലേക്ക് ഫേസും ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഫേസ് ന്യൂട്രൽ. അപ്പൊ ബൾബ് അവിടെ നമ്മൾ കണക്ട് ചെയ്യും. ഇതാ നമ്മുടെ ബൾബ് ഫിലമെന്റ് ലാമ്പിലൂടെ കണക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഫിലമെന്റ് അതേപോലെ ചെമ്പ് കമ്പികൾ. ഈ ചെമ്പ് കമ്പികൾ ഹോൾഡറിൽ ഇങ്ങനെ ഫേസും ന്യൂട്രലുമായിട്ട് ബന്ധിപ്പിക്കപ്പെടും. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫേസിലെ കൂടി ഇങ്ങനെ കറണ്ട് വരും. ഫേസിലെ കൂടി കറണ്ട് വന്നിട്ട് ചെമ്പ് കമ്പിയിലേക്ക് അത് കയറിയിട്ട് നമ്മുടെ ഫിലമെന്റിലേക്ക് കൂടി കയറിയിട്ട് ഇങ്ങനെ ന്യൂട്രലിലേക്ക് കൂടി തിരിച്ചു പോകും. ഓക്കെ. അപ്പൊ എന്താണെന്നറിയോ, ഈ ഫിലമെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെന്റിന് ഉയർന്ന പ്രതിരോധമാണുള്ളത്, ഉയർന്ന റെസിസ്റ്റിവിറ്റി. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രതിരോധം ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാവോ? നമുക്ക് ഓർമ്മയില്ലേ, H=I²RT. R കൂടുതലാണ്, ഉയർന്ന പ്രതിരോധമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് താപം അങ്ങ് ഉത്പാദിപ്പിക്കപ്പെടും. നല്ലോണം താപം ഉത്പാദിപ്പിക്കപ്പെടും. ആ ഉയർന്ന താപത്തിന് നമ്മുടെ ഈ ഫിലമെന്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ താപനില 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അത്രയും ചെറിയ സമയത്തിനുള്ള അത്രയും ഉയർന്ന താപനില ഉണ്ടാവും. ആ താപനിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ഫിലമെന്റ് ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങും. അതിൽ നിന്ന് പ്രകാശം പുറത്ത് വരും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രകാശം ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? ഉയർന്ന പ്രതിരോധമുള്ള, ഞാൻ എഴുതുന്നില്ല, കേൾക്കുക, ഉയർന്ന പ്രതിരോധമുള്ള ടങ്സ്റ്റൺ ഫിലമെന്റിൽ കൂടിയിട്ട് വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന്റെ താപനില 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും അതിന്റെ ഫലമായി ചുട്ടുപഴുത്ത് പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി ഉയർന്ന പ്രതിരോധമുള്ള ടങ്സ്റ്റൺ ഫിലമെന്റിൽ കൂടിയിട്ട് വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന്റെ താപനില 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും അതിന്റെ ഫലമായി ഫിലമെന്റ് ചുട്ടുപഴുത്ത് അതിൽ നിന്ന് പ്രകാശം പുറത്തു വരികയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ പഠിച്ചു? എന്താണ് ഫിലമെന്റ് ലാമ്പ്, എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എങ്ങനെയാണ് അവിടെ പ്രകാശം ഉണ്ടാകുന്നത്, കുഞ്ഞൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കിനി അടുത്തയിലേക്ക് പോവാം. ഓരോ കാര്യം മാഷിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കണം കേട്ടോ. അപ്പൊ നോട്ടിലില്ലാത്ത കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എഴുതണം കേട്ടോ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഫിലമെന്റ് ആയിട്ട് ഇപ്പൊ ഉപയോഗിച്ചത് ആരെയാ? ഫിലമെന്റ് ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിച്ചത് ആരെയാ? ടങ്സ്റ്റണിനെയാണ് അല്ലെ. ഫിലമെന്റ് ലാമ്പിലെ ഫിലമെന്റ് ടങ്സ്റ്റൺ ആണ്. എന്തിനാണ് ഫിലമെന്റ് ആയിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്? വേറെ വല്ല വസ്തുക്കളെ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മുടെ ടങ്സ്റ്റണിന് ചില പത്തരമാറ്റ് ഗുണങ്ങളുണ്ട്. ആ ഗുണഗണങ്ങൾ ഉള്ളത് കൊണ്ടാണ് മിസ്റ്റർ ടങ്സ്റ്റണിനെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കിയാലോ ആ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ടങ്സ്റ്റണിനെ ഫിലമെന്റ് ആയി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. ടങ്സ്റ്റണിനെ ഫിലമെന്റ് ആയി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. ഫിലമെന്റായി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. പറയാം. ഒന്നാമത്തെ കാരണം നമ്മളിപ്പോ പറഞ്ഞു, നല്ലോണം ചുട്ടുപഴുക്കണം. ലാമ്പ് ഓൺ ആക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ചൂടായിട്ട് അതിൽ നിന്ന് പ്രകാശം വന്നാൽ പോരാ, അപ്പൊ തന്നെ വരണം. അതിനെന്ത് വേണം? നല്ലോണം താപം ചെറിയ സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കണം. താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ് മക്കളെ? H=I²RT. അപ്പൊ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ഒരുപാട് H ഉണ്ടാവണം. H കൂടണമെങ്കിൽ 3 വഴികളാണ്. ഒന്നെങ്കിൽ I കൂട്ടുക, അല്ലെങ്കിൽ R കൂട്ടുക, അല്ലെങ്കിൽ T കൂട്ടുക.
സമയം ഒരുപാട് സമയം കറണ്ട് പാസ് ചെയ്തിട്ടാണ് നമുക്ക് താപം ഉണ്ടാകുന്നത്. അല്ല, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പ്രകാശം കിട്ടണം. അതുകൊണ്ട് T കൂട്ടൽ വഴിയല്ല. പിന്നെയോ I കൂട്ടിയിട്ടാണോ? ഒരുപാട് കറണ്ട് പാസ് ചെയ്തിട്ടാണോ? അല്ല. അപ്പൊ എന്താണ്? ഊർജ ഉപയോഗം കുറെ കൂടിയില്ലേ? അപ്പൊ എന്ത് വേണം? H ഒരുപാട് കൂടണമെങ്കിൽ പ്രതിരോധം ഒരുപാട് കൂടണം. അപ്പൊ നമ്മൾ എന്താക്കി? ജന്മനാ പ്രതിരോധം ഒരുപാട് കൂടുതലുള്ള, അതായത് റെസിസ്റ്റിവിറ്റി ഒരുപാട് കൂടുതലുള്ള ടങ്സ്റ്റൺ തിരഞ്ഞെടുത്തു. ഇനിയോ അതല്ലേ, ചെറിയൊരു കഷ്ണം ടങ്സ്റ്റൺ എടുക്കുമ്പോഴൊന്നും നല്ല പ്രതിരോധമാണ്. അപ്പൊ എങ്ങാനും നമ്മൾ അതിന്റെ നീളം കൂട്ടിയാലോ? നീളം കൂട്ടുന്നതോടെ പ്രതിരോധം വീണ്ടും വീണ്ടും കൂടും. എന്താ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, ജന്മനാ ഉള്ള പ്രതിരോധം അത് ഓൾറെഡി കൂടുതലാണ് ടങ്സ്റ്റൺ. അപ്പൊ നീളം കൂട്ടുമ്പോഴോ പ്രതിരോധം വീണ്ടും കൂടും. അപ്പൊ ഈ നീളം കൂട്ടിയിട്ട് ലാമ്പിന്റെ ഉള്ളിൽ പിടിക്കണ്ടേ? ബുദ്ധിമുട്ടല്ലേ? നീളം കൂടിയ സാധനത്തിന്റെ ഉള്ളിൽ തള്ളി വെക്കാൻ പറ്റുമോ? അപ്പൊ എന്താണ്? അതിന്റെ ഉള്ളിൽ സൗകര്യപ്രദമായ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഫിലമെന്റിനെ ചുറ്റുന്നത്. ചുറ്റുമെന്നായി ചെറിയ സ്ഥലം മതിയല്ലോ. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, എന്താണ് സംഗതി? നമ്മുടെ ഫിലമെന്റിന്, അതായത് ടങ്സ്റ്റണിന് ഉയർന്ന പ്രതിരോധമുണ്ട്. ഫിലമെന്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് താപം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ടായിരിക്കണം. അതിന് ഉയർന്ന പ്രതിരോധം അതിന് വേണം, അതായത് ഉയർന്ന റെസിസ്റ്റിവിറ്റി വേണം. അങ്ങനെയുള്ള ആളാണ് മിസ്റ്റർ ടങ്സ്റ്റൺ. അപ്പൊ നമ്മൾ ടങ്സ്റ്റണെ ഫിലമെന്റായി ഉപയോഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം കിട്ടിയല്ലോ. ഏതട്ടെ? എന്താണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു, നല്ലോണം ചൂടാകുന്ന സമയത്ത് മിക്കവാറും വസ്തുക്കളെല്ലാം ഒരുപാട് ഉയർന്ന താപനിലയിലേക്ക് വരുമ്പോൾ എന്താവും? ഉരുകിപ്പോകും. ഇതങ്ങനെ ഉരുകാൻ പാടില്ല. പ്രകാശം പുറപ്പെടുവിച്ചുകൊണ്ട് കുറേ നേരം നിൽക്കേണ്ടതാണ്. ആ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഒരുപാട് നേരം നിൽക്കാനുള്ള കഴിവ് വേണം. ഉരുകാൻ പാടില്ല. ഉരുകാതെ ഒരുപാട് സമയം നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ദ്രവണാങ്കത്തിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ദ്രവണാങ്കം ഉയർന്നതായിരിക്കണം. മിസ്റ്റർ ടങ്സ്റ്റണിന്റെ ദ്രവണാങ്കം ഒരുപാട് ഉയർന്നതാണ്. പറ്റൂല. അപ്പൊ അതുകൊണ്ട് വീണ്ടും അടുത്ത ഗുണം കിട്ടിയിടാ. എന്താണ് അടുത്ത ഗുണം കിട്ടി? അയാളുടെ അടുത്ത ഗുണം കിട്ടി. എന്താണ്? ഉയർന്ന ദ്രവണാങ്കം. ഇനിയോ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേടാ പൊന്നുമക്കളെ, ചെറിയൊരു കഷ്ണം ടങ്സ്റ്റൺ എടുത്താൽ പോരാ, പ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ട് നീളത്തിലുള്ളത് എടുക്കണം. അല്ലെ? നീളത്തിലുള്ളത് ഇതിന്റെ ഉള്ളിൽ പിടിക്കണ്ടേ? ബുദ്ധിമുട്ടല്ലേ? അപ്പൊ എന്താക്കണം? ആ പ്രതിരോധം കൂട്ടാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, അതിന്റെ നീളം കൂട്ടുക. രണ്ട്, വണ്ണം കുറക്കുക. രണ്ടും ചെയ്താലോ പ്രതിരോധം നല്ലോണം കൂടും. നീളം കൂട്ടുമ്പോൾ പ്രതിരോധം കൂടും, വണ്ണം കുറക്കുമ്പോഴും പ്രതിരോധം കൂടും. അപ്പൊ രണ്ടും ചെയ്താലോ പ്രതിരോധം നല്ലോണം കൂടും. അപ്പൊ നമുക്ക് നീളം കൂട്ടാം, പക്ഷെ വണ്ണം കുറക്കുമ്പോൾ ചില ലോഹങ്ങളുടെ വണ്ണം കുറച്ചുകൊണ്ട് വരുമ്പോൾ നേർപ്പിച്ചാൽ എന്താണെന്ന് അറിയാം, അത് പൊട്ടിപ്പോകും. നേർപ്പിക്കാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും. അപ്പൊ ഒരുപാട് നേർപ്പിച്ചാലും പെട്ടെന്ന് പൊട്ടരുത്. അതായത് നല്ലോണം നേർപ്പിക്കാൻ പറ്റണം. ഉയർന്ന ഡക്റ്റിലിറ്റി ഉണ്ടാവണം. ടങ്സ്റ്റൺ അങ്ങനെ ഒരു കഴിവുണ്ട്, ഡക്റ്റിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേർപ്പിക്കാൻ പറ്റും. അതിന് എന്താ പറയാ, നീളം കൂട്ടുകയും ചെയ്യാം. അപ്പോൾ നല്ലോണം നേർപ്പിക്കാൻ പറ്റുന്നത് കൊണ്ടും, അതായത് ഡക്റ്റിലിറ്റി കൂടിയത് കൊണ്ടും നമുക്ക് അയാളെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ അടുത്ത ഗുണം? ഉയർന്ന ഡക്റ്റിലിറ്റി. ഉയർന്ന ഡക്റ്റിലിറ്റി. ഓക്കെ, ഇനി അടുത്ത് ഒരു ഗുണം കൂടി ഉണ്ടല്ലോ മക്കളെ, ഞാൻ പറയട്ടെ. ഇതെന്നറിയാവോ? സാധാരണ ചില ലോഹങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ചില ലോഹങ്ങൾ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താവെന്ന് അറിയണം. അപ്പൊ മക്കളെ, ജ്വലിക്കും. ചില മിക്കവാറും ലോഹങ്ങൾ ഒരു ചൂടാക്കിയിട്ട് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് പ്രകാശിക്കാൻ തുടങ്ങും. ഇരുമ്പ് ചൂടാക്കുന്നില്ലേ? ഇരുമ്പ് ചൂടാക്കുമ്പോൾ അത് പഴുത്ത് വരുന്ന കണ്ടിട്ടുണ്ടോ? പഴുത്ത് വരുമ്പോൾ അതിന് ആദ്യം വരുന്നൊരു ചുവന്ന പ്രകാശമല്ലേ? ചുവന്നിട്ടല്ല അത് പഴുക്കുന്നത്. ആദ്യം ഒരു ചുവപ്പ് കളർ വരും, പിന്നെ വീണ്ടും ചൂടാക്കിയാൽ അതിന് ഓറഞ്ച് കളർ വരും.
പിന്നെയും ചൂടാക്കിയാൽ എന്താണെന്ന് അറിയാവോ? കുറച്ചുകൂടി അധികം ചൂടാക്കിയാൽ എന്താണെന്ന് അറിയാവോ? അതിന് ഒരു വെള്ള കളർ വരും. ആദ്യം ചുവപ്പ് കളർ വരും, പിന്നെ ഓറഞ്ച് കളർ വരും, പിന്നെ മഞ്ഞ കളർ വരും, പിന്നെ മഞ്ഞ കളർ വരും, പിന്നെ വെള്ള കളർ വരും, പിന്നെ നീല കളർ വരും, പിന്നെ അത് ഉരുകും. അതായത് ചില വസ്തുക്കൾ ഇങ്ങനെ ചൂടാക്കുമ്പോൾ, ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ സമയത്തും ഒരേ പ്രകാശമല്ല അതിൽ നിന്ന് വരുന്നത്. പ്രകാശം മാറി 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 വരും. ഒരേ കളറിൽ നിന്ന് വരുന്നില്ല, വ്യത്യസ്തമായിട്ടുള്ള കളറാണ് അതിൽ നിന്ന് കിട്ടുക. പെട്ടെന്ന് 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 കളർ മാറും. ചിലത് നമുക്ക് അങ്ങനെ പറ്റൂല. നമുക്ക് ഒരു ലാമ്പ് ഉപയോഗിക്കുമ്പോൾ, ഒരു വൈദ്യുത ലാമ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് വേണമെന്ന് അറിയാവോ? വെള്ളപ്രകാശം അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഒരു വെള്ളപ്രകാശം ഒരുപാട് നേരം വേണം കിട്ടണം. അങ്ങനെ ചുട്ടുപഴുത്തിട്ട് ഒരുപാട് നേരം ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ടങ്സ്റ്റണിനുണ്ട്. അല്ലാതെ കുറച്ച് സമയം കഴിയുമ്പോൾ ചൂടായിക്കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വ്യത്യസ്ത കളറിലുള്ള പ്രകാശമല്ല ടങ്സ്റ്റൺ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത അതിന്റെ ഗുണം, ചുട്ടുപഴുത്ത് ധവളപ്രകാശം ഒരുപാട് നേരം പുറപ്പെടുവിക്കാനുള്ള, ഏറെ നേരം നൽകാനുള്ള കഴിവ്. ഓക്കെ, എന്നാണ് ധവളപ്രകാശം ഏറെ നേരം നൽകാനുള്ള കഴിവ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ടങ്സ്റ്റണിനെ ഫിലമെന്റായി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. ഇത്രയും ഗുണങ്ങൾ ഉണ്ടായാൽ മതിയോ? ഓക്കെ, അപ്പൊ നമ്മൾ പോയിന്റ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് മക്കളെ, കണ്ടല്ലോ. ഇനി അടുത്ത പറഞ്ഞു നന്നായിട്ടൊന്ന് നോക്കി ഇതിനെ. ഇനി ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ കൂടി നമുക്കിതിൽ പറയാനുണ്ട്. പഴയ കാലത്ത് ഈ ഫിലമെന്റ് ലാമ്പിന്റെ ഉപയോഗിക്കുന്ന തുടക്കകാലത്ത് ഈ ഗ്ലാസ് ബൾബ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് ബൾബ്, ഇതിന്റെ ഉള്ളിൽ ഫുള്ള് വാക്വമാക്കും. ഒന്നുമില്ല, ഫുള്ള്. അതായത് വായു ശൂന്യമാണ്. ഒരു തരത്തിലുള്ള വാതകങ്ങളും അതിന്റെ ഉള്ളിലുണ്ടാവില്ല. ഫുൾ വാക്വം, ശൂന്യതയാണ് അതിന്റെ ഉള്ളിലുണ്ടായത്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് അറിയാം, ആ ഫുള്ള് ശൂന്യതയാക്കി മാറ്റുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വന്നു. എന്തെന്നറിയാവാ? നല്ലോണം അതായത് ഇതിൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള വാതകങ്ങളോ ഒന്നുമില്ല. അപ്പോഴുള്ള പ്രശ്നം എന്തായെന്ന് വെച്ചെങ്കിൽ, ഈ ഫിലമെന്റ് നല്ലോണം ചൂടാകില്ലേ പ്രകാശം വരുമ്പോൾ, നന്നായിട്ട് ചൂടാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിലേക്ക് എത്തുമ്പോൾ അതിന് ബാഷ്പീകരണം സംഭവിക്കും. ഈ ഫിലമെന്റിന് ബാഷ്പീകരണം സംഭവിച്ച് ഫിലമെന്റ് മെല്ലെ പൊടിയാൻ തുടങ്ങും. പൊടിഞ്ഞ് വരും. ആ പൊടിഞ്ഞു വരുന്ന ഫിലമെന്റിന്റെ ആ പൊടികൾ ഗ്ലാസ് ട്യൂബിൽ വന്നിട്ട് പറ്റി പിടിക്കും. ഉയർന്ന ഊഷ്മാവ് ഇങ്ങനെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിയാൻ തുടങ്ങുന്നു. ബാഷ്പീകരണം സംഭവിച്ച് പൊടി വന്നിട്ട് ഇങ്ങനെ ഗ്ലാസ് ട്യൂബിൽ വന്നിട്ട് പറ്റി പിടിക്കും. അപ്പൊ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഗ്ലാസ് കറുത്തു പോകും. ഗ്ലാസ് ബൾബ് കറുത്തു പോകും. കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ കുഴപ്പം? ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന പ്രകാശത്തിന് പുറത്തേക്ക് വരാൻ പറ്റൂല. ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന പ്രകാശം മുഴുവനായിട്ട് പുറത്തേക്ക് വരുന്നില്ല. പിന്നെന്തിനാ നമ്മൾ ഇത് ഉണ്ടാക്കിയത്? ഇപ്പൊ പ്രകാശം പുറത്തു വരണ്ടേ? അപ്പൊ ഇതൊരു പ്രശ്നമായി. അത് മാത്രമല്ല, ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ട് വന്നാൽ അവസാനം എന്താണെന്ന് അറിയാം, ഫിലമെന്റ് പൊട്ടോ. അതായത് ലാമ്പിന് ആയുസ് കുറവായിരുന്നു. എന്താ ഈ പ്രശ്നം? എന്താ ഇതിനൊക്കെ കാരണം? എന്താ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായത്? ഉള്ളിൽ ഭയങ്കര ചൂടാകും. ആ ചൂടിന്റെ ഫലമായിട്ട് ഫിലമെന്റ് ബാഷ്പീകരിക്കുന്നു, അത് പൊടിഞ്ഞു വരുന്നു. ആ പൊടി ഗ്ലാസ് ട്യൂബിൽ പറ്റി പിടിക്കുന്നത് കാരണം ഗ്ലാസ് ട്യൂബ് കറുത്തു പോകുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പ്രകാശം പുറത്തു വരുന്നില്ല. അതിന് ക്ഷമത കുറയുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള താപത്തിനെ, ഇത് നല്ലോണം ചൂടാകുന്നത് കൊണ്ടാണത്, ഫിലമെന്റിന് താപം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്? അതിന്റെ ഉള്ളിലുണ്ടാകുന്ന താപനില ഒരു പരിധിക്കപ്പുറം കൂടാതെ നിൽക്കണം. ഒരു പരിധിക്കപ്പുറം താപനില കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നടന്നത്. അപ്പൊ ഈ പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ ഇതിന്റെ
ഇതിന്റെ ഉള്ളിലുള്ള താപത്തിനെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ വേണം. അത് വാതകം തന്നെ ആയിരിക്കണം. ഖരവസ്തുക്കളിൽ നടക്കാൻ പറ്റില്ല. വെള്ളമാണെങ്കിൽ വെള്ളം ചൂടാകും. അത് മാത്രമല്ല വേറെ പ്രശ്നങ്ങളുണ്ട്. ഇനി അപ്പൊ അതിന്റെ ഉള്ളിൽ വാതകം നടക്കണം. പക്ഷെ വാതകം വായു ആവാൻ പാടില്ല. എന്തേ? വായു എന്താവും? ഉയർന്ന താപനിലയിൽ ഫിലമെന്റുമായിട്ട് പ്രവർത്തിക്കും. അപ്പൊ വായു നടക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ഇതുമായിട്ട് ഫിലമെന്റുമായിട്ട് പ്രവർത്തിക്കാത്ത വാതകം നടക്കണം. അതുകൊണ്ട് പിൽക്കാലത്ത് എന്തായെന്ന് പറഞ്ഞെങ്കിൽ ഈ ഫിലമെന്റ് ലാമ്പിന്റെ ഉള്ളില് ഫിലമെന്റുമായിട്ട് പ്രവർത്തിക്കാത്ത നിഷ്ക്രിയവാതകങ്ങൾ ഓർമ്മയില്ലേ? ഹീലിയം, നിയോൺ, ആർഗൺ പോലെയുള്ള നിഷ്ക്രിയവാതകങ്ങൾ നടക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നൈട്രജൻ ആയാലും മതി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഫിലമെന്റ് ലാമ്പിന്റെ ഉള്ളിൽ നൈട്രജൻ അല്ലെങ്കിൽ അലസവാതകങ്ങൾ നിറക്കുന്നത് എന്തിന്? ഫിലമെന്റ് ലാമ്പിൽ കേൾക്കണേ, ഫിലമെന്റ് ലാമ്പിൽ നൈട്രജൻ അല്ലെങ്കിൽ അലസവാതകങ്ങൾ നിറക്കാനുള്ള കാരണങ്ങൾ. അലസവാതകങ്ങൾ നിറക്കാനുള്ള കാരണങ്ങൾ. ഒന്ന്, അങ്ങനെ നൈട്രജൻ അല്ലെങ്കിൽ അലസവാതകങ്ങൾ നിറക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാതാവും. എന്നതറിയോ? ഇതിന്റെ ഉള്ളിലുള്ള താപനില ഒരു പരിധിക്കപ്പുറം കൂടുന്നില്ല. എന്നതറിയോ? ഈ വാതകം അതിനെ ആഗിരണം ചെയ്യും, ചൂടാഗിരണം ചെയ്യും. അത് കുറഞ്ഞ മർദ്ദത്തിനെ നടക്കാൻ പാടുള്ളൂ, നല്ലോണം നടക്കാൻ പാടില്ല. ഫുള്ള് ഹൈ പ്രഷറിൽ ഉയർന്ന മർദ്ദത്തിൽ നടക്കാൻ പാടില്ല, കുറഞ്ഞ മർദ്ദത്തിലായിരിക്കും. അപ്പൊ എന്താവുന്നു? താപനില ഒരു പരിധിക്കപ്പുറം കൂടുന്നില്ല. താപനില ഫിലമെന്റ് ലാമ്പിനുള്ളിലെ താപനില ഒരു പരിധിക്കപ്പുറം കൂടാതെ നോക്കുന്നു. അപ്പൊ എന്തായി? എന്താ അങ്ങനെ കൂടാതെ നോക്കുന്നത്? ആ താപം ഇവരെ ആഗിരണം ചെയ്യും, ഈ വാതകങ്ങൾ ആഗിരണം ചെയ്യും. അപ്പൊ എന്താവും? ഫിലമെന്റ് പൊടിയില്ല, അതായത് ഫിലമെന്റിന് ബാഷ്പീകരണം സംഭവിക്കുന്നില്ല. ഫിലമെന്റ് ബാഷ്പീകരിക്കുന്നില്ല. ഫിലമെന്റ് ബാഷ്പീകരിക്കുന്നില്ല. പിന്നെയോ ആ ഫിലമെന്റ് ബാഷ്പീകരിക്കാത്തത് കൊണ്ട് തന്നെ പൊടി വന്നിട്ട് ബൾബ് കറുത്തു പോകുന്നില്ല. ബൾബ് കറുത്തു പോകുന്നില്ല. ഓക്കെ, അടുത്തത്. പിന്നെയോ ബൾബ് കറുത്തു പോകാത്തത് കൊണ്ട് തന്നെ പ്രകാശം പൂർണ്ണമായിട്ടും പുറത്തോട്ട് വരുന്നു. അതായത് അതിന്റെ ക്ഷമത കൂടുന്നു, എഫിഷ്യൻസി കൂടുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശം ഭൂരിഭാഗവും പുറത്തേക്ക് തന്നെ തരുന്നു. പിന്നെയോ ഇത് ബാഷ്പീകരിക്കാത്തത് കൊണ്ട് ഫിലമെന്റ് ചെറുതായിട്ടുള്ള അവസാനം പൊട്ടിപ്പോകുന്നില്ല. അതായത് ആയുസ്സും കൂടുന്നു, ആയുസ്സും ക്ഷമതയും കൂടുന്നു. ആയുസ്സും ക്ഷമതയും കൂടുന്നു. ഇത്രയൊക്കെ കാരണം. അപ്പൊ ഇവർ നടക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ഇനി ഇതിൽ തന്നെ ഇപ്പൊ സാധാരണയായിട്ട് നൈട്രജൻ തന്നെയാണ് ഉപയോഗിക്കാൻ. അലസവാതകങ്ങൾ ഉപയോഗിക്കുന്നത് കുറവാണ്. കാരണം അലസവാതകങ്ങള് അത് കിട്ടുന്നത് കുറവാണ്, ലഭ്യത കുറവാണ്. കുറച്ച് ലാബോറട്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എന്താണെന്ന് വെച്ചെങ്കിൽ ചെലവ് കൂടിയ മാർഗത്തിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചെലവ് കൂടിയ മാർഗത്തിൽ കൂടിയിട്ട് അലസവാതകങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഈ ലാബിന് വില കൂടും. അപ്പൊ അലസവാതകങ്ങൾ സാധാരണ ഈ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് അലസവാതകം നിറച്ചാലും മതി. അലസവാതകം നിറച്ചാൽ ലാബിന്റെ വില കൂടും. എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ എന്താണെന്ന് അറിയാവോ? അലസവാതകങ്ങൾ ഒഴിവാക്കിയിട്ട് നൈട്രജനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതെന്ത്? ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നൈട്രജൻ തന്നെ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. നൈട്രജൻ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ എന്ന് ചോദിക്കും. നൈട്രജൻ തന്നെ ഉപയോഗിക്കാനുള്ള കാരണം കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് അറിയാവോ? അതിന്റെ ലഭ്യത കൂടുതലാണ്. ഇഷ്ടംമാതിരി
ഉപയോഗിക്കുക. നമ്മുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജനാണ്. ഓക്കെ, നൈട്രജൻ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇതാണ്. ഒന്ന്, അതിന്റെ ലഭ്യത കൂടുതലാണ്. അടുത്തത്, അതിന്റെ ക്രിയാശീലത വളരെ കുറവാണ്. ഓർമ്മയില്ലേ, 2 നൈട്രജൻ വെച്ച നൈട്രജൻ വാതകമാണ് N2. 2 നൈട്രജൻ ആറ്റങ്ങൾ ത്രിബന്ധനം വഴിയാണ് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ത്രിബന്ധനത്തിന്റെ പ്രത്യേകത ഓർമ്മയില്ലേ? ഏകബന്ധനമാണെങ്കിൽ ബന്ധനം കുറച്ച് വീക്കാണ്, പെട്ടെന്ന് പൊട്ടിക്കാം. ദ്വിബന്ധനമാണെങ്കിലോ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ത്രിബന്ധനമാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്, പൊട്ടിക്കാനേ പറ്റേല. നല്ലോണം ഊർജം കിട്ടിയാൽ മാത്രമേ അത് പൊട്ടത്തുള്ളൂ. അതുകൊണ്ടല്ലേ പഠിച്ചിട്ടുള്ളത് നൈട്രജൻ ഫിക്സേഷന്റെ സമയത്ത് എങ്ങനെയാണ് നടക്കുന്നത്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതല്ല. ഇടിമിന്നൽ ഉണ്ടാകുന്ന ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത്, മിന്നലുണ്ടാകുന്ന സമയത്തുള്ള ഉയർന്ന താപത്തിലാണ് നൈട്രജന്റെ ബന്ധനം സാധാരണ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഈ ത്രിബന്ധനം ബ്രേക്ക് ചെയ്യുന്നില്ല. ത്രിബന്ധനം ഉള്ളത് കൊണ്ട് തന്നെ നൈട്രജൻ വാതകം സാധാരണ നിഷ്ക്രിയമാണ്. മറ്റുള്ളവരുമായിട്ട് സാധാരണ രാസബന്ധനത്തിൽ ഏർപ്പെടുക. ഇത് പൊട്ടിയാൽ മാത്രമേ നൈട്രജൻ മറ്റുള്ളവരുമായിട്ട് രാസബന്ധനത്തിൽ ഏർപ്പെടുള്ളൂ, ഒറ്റപിണ്ഡങ്ങളിൽ ഏർപ്പെടുള്ളൂ. സാധാരണ N2 ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ N2നെ N ആക്കണമെന്ന് ത്രിബന്ധനം ബ്രേക്ക് ചെയ്യണം, പൊട്ടിക്കണം. ത്രിബന്ധനം പൊട്ടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ നല്ലോണം നിഷ്ക്രിയമാണ്. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഇതത്തോളം നല്ലോണം ചുട്ടുപഴുത്താലും ആ ചുട്ടുപഴുത്തിട്ടുണ്ടാകുന്ന താപനിലയിലൊന്നും നൈട്രജന്റെ ഈ ബന്ധനം ബ്രേക്ക് ചെയ്യില്ല. അതുകൊണ്ട് നൈട്രജൻ ഒരിക്കലും ഈ ഫിലമെന്റുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ആരെ പോലെ? വായുവിനെ പോലെ, ഓക്സിജനെ പോലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടൂല. ഓക്കെ, അപ്പൊ എന്താണ്? കുറഞ്ഞ ക്രിയാശീലത. എന്നാൽ ക്രിയാശീലത എന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവാണ്. അത് ആൾക്കാർ നൈട്രജന് വളരെ കുറവാണ്. പിന്നെന്താ അറിയാവോ? സാധാരണ വാതകങ്ങൾ ചൂടാക്കുന്ന സമയത്ത് അത് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. ഒരു പാത്രത്തിൽ വാതകം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും. പാത്രത്തിന് ഇങ്ങനെ തട്ടുമുട്ടലും കേൾക്കും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേസമയം നൈട്രജൻ ഉണ്ടല്ലോ, ഒരുപാട് ചൂടാക്കിയാലും അത്രയൊന്നും വികസിക്കൂല. അപ്പൊ എന്താ, ഇതിന്റെ ഉള്ളില് നൈട്രജൻ വാതകം നടക്കുമ്പോൾ നല്ലോണം ചൂടാവും അത്. പക്ഷെ എന്താ വികസിക്കൂല. വികസിച്ചിട്ട് ഈ ബൾബിനെ പൊട്ടിച്ചിട്ട് പുറത്ത് വരാൻ വേണ്ടിട്ട് അയാൾ നോക്കൂല. ഓക്കെ, അപ്പോ കുറഞ്ഞ താപീയ വികാസം അല്ലെ, ചൂടാകുമ്പോൾ വികസിക്കുന്നതിന് പറഞ്ഞ പേരെന്താ? താപീയ വികാസം. അത് കുറവാണ്. കുറഞ്ഞ താപീയ വികാസം. ഇത്രയും കാരണങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് ആരെയാണ്? അത് നൈട്രജനെയാണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഫിലമെന്റ് ലാബ് സ്റ്റോപ്പ് ചെയ്യാം. എന്താ അറിയാവോ? പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫിലമെന്റ് ലാബിന്റെ ഉള്ളിൽ ഫിലമെന്റ് ആയിട്ട് ടങ്സ്റ്റൺ തന്നെ ഉപയോഗിക്കണം. അതിനുപയോഗിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് ഉയർന്ന പ്രതിരോധം അല്ലെ, ഉയർന്ന ദ്രവണാംഗം. പക്ഷെ ഈ പറഞ്ഞ ഉയർന്ന ദ്രവണാംഗവും ഉയർന്ന എന്താ പറയാ റെസിസ്റ്റിവിറ്റി എല്ലാം ഉള്ള വേറൊരുത്തനെ പണ്ട് പഠിച്ചിട്ടാമോ? നിക്കോം. അതെന്ത് നിക്കോമിനെ ഉപയോഗിക്കാത്തത്? ഫിലമെന്റ് ആയിട്ട് നിക്കോമിനെ ഉപയോഗിക്കാറില്ല. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ ഓർമ്മ. ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫിലമെന്റ് ലാബിലെ ഫിലമെന്റ് ടങ്സ്റ്റൺ ആണ്, നിക്കോമിനെ ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് അറിയാവോ? നിക്കോമിൽ ഇപ്പൊ നിക്കോമാണെന്ന് വിചാരിക്കും. നിക്കോമിനെ നിങ്ങൾ ചുറ്റി വെച്ചു. നിക്കോമിലെ കൂടി കറണ്ട് പോകുമ്പോൾ നിക്കോമ ചൂടാവും. അതിന്റെ ഉയർന്ന പ്രതിരോധം കാരണം നിക്കോമ ചൂടാവും. പക്ഷെ ചൂടാവുന്നതല്ലാതെ ചുട്ടുപഴുത്ത് പ്രകാശം തരാനുള്ള കഴിവ് ആർക്കില്ല? നിക്കോമിനില്ല. പ്രകാശം തരാത്ത ആളെ പിന്നെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് ലാബിൽ വേണ്ടത് പ്രകാശം തന്നെയല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് ഓർമ്മിക്കേണ്ടത്. ഒന്ന്, ഫിലമെന്റ് ലാബിൽ ഫിലമെന്റ് ആയിട്ട് ടങ്സ്റ്റന് പകരം നിക്കോം ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം നിക്കോം ചൂടാകുന്നതല്ലാതെ പ്രകാശം പുറപ്പെടുവിക്കുന്നില്ല. ഇനി നേരെ മറിച്ചിട്ട് താപനോപകരണങ്ങളിൽ ഹീറ്റിംഗ് ഓയിലായിട്ട് നിക്കോം ഉപയോഗിക്കണം. ഫിലമെന്റ് ആയിട്ട് അല്ല, എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ പാടില്ല. അതെന്ത്? ടങ്സ്റ്റൺ ഉണ്ടാവും ഉയർന്ന താപനിലയിൽ വായുവുമായി പ്രവർത്തിച്ചിട്ട് പൊടിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഫിലമെന്റ് ആയിട്ട് ആരോപിക്കണം, ടങ്സ്റ്റൺ ഉപയോഗിക്കണം. നിക്കോം ഉപയോഗിക്കാൻ പാടില്ല. കാരണം നിക്കോം ചുട്ടുപഴുത്തിട്ട് പ്രകാശം തരുന്നില്ല.
അതേസമയം ഹീറ്റിംഗ് ഓയിലായിട്ട് നിക്കോം ഉപയോഗിക്കണം, ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ടങ്സ്റ്റൺ ചുട്ടുപഴുക്കുമ്പോൾ എന്താകുന്നു? വായുവിൽ ചൂടാക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കണ്ടല്ലോ. 2. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വായു നിറച്ചാൽ എന്താവും എന്നാ ക്വസ്റ്റ്യൻ. വായു നിറച്ചാൽ ഉത്തരം കിട്ടി. എന്താണ്? വായു നിറച്ചാൽ ഫിലമെന്റ് ചൂടാകുമ്പോൾ ആ ടങ്സ്റ്റൺ ഫിലമെന്റ് വായുമായി പ്രവർത്തിച്ചിട്ട് പൊട്ടിപ്പോകുന്നു. അത് വേറെ രീതിയിൽ പിടിച്ചു വയ്ക്കുന്നതാണല്ലോ. ഫിലമെന്റ് ലാമ്പിന്റെ ബൾബിന്റെ ഈ ഗ്ലാസ് ബൾബ് പൊട്ടിപ്പോയി. ഗ്ലാസ് ബൾബ് പൊട്ടിപ്പോയ ഫിലമെന്റ് ലാമ്പിലെ കൂടി കറണ്ട് കടത്തി വിട്ടാല് ഇതിൽ നിന്ന് പ്രകാശം കിട്ടുമോ? കിട്ടും, ഒരിക്കൽ കിട്ടും. ചൂടാകുമ്പോൾ ഉടനെ അത് പൊട്ടിപ്പോകും. എന്തേ? ഇതിന്റെ ഉള്ളിലെ കൂടി വായു ഉള്ളിലേക്ക് കയറിപ്പോയിടാം, ഓക്സിജൻ. അപ്പൊ നാം ചൂടാകുന്ന സമയത്ത് അത് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും. അപ്പൊ 3 ക്വസ്റ്റ്യൻ പറഞ്ഞു. 1, ഫിലമെന്റ് ലാമ്പിൽ ഫിലമെന്റായിട്ട് നിക്കോൺ ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ. ഹീറ്റിംഗ് കോയിലിൽ താപനോപകരണങ്ങളിൽ ഹീറ്റിംഗ് ഓയിലായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ പാടില്ല. ഫിലമെന്റ് ലാമ്പിന്റെ ബൾബ് പൊട്ടിയിട്ട് അതിലെ ബൾബ് പൊട്ടിയ ഫിലമെന്റ് ലാമ്പിൽ കൂടിയിട്ട് വൈദ്യുതി കടന്നു പോയാൽ എന്ത് സംഭവിക്കും? 3 ക്വസ്റ്റ്യൻ. ഉത്തരം ക്ലിയറാണല്ലോ. ഇനി ലാസ്റ്റ് പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറഞ്ഞിട്ട് നമുക്കിത് സ്റ്റോപ്പ് ആക്കാൻ പോവാണ്. എന്തിനറിയോ? നമ്മളെന്താ ഇവിടെ കറണ്ട് കടത്തിവിടുന്നതിന്റെ ഫലമായിട്ടല്ലടാ കുഞ്ഞുമക്കളെ പ്രകാശം ഉണ്ടായത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതോർജ്ജം മുഴുവനായിട്ട് പ്രകാശോർജ്ജമായി മാറുന്നുണ്ടോ? ഇല്ല. ആദ്യം ഇത് ചൂടാകണം, ചൂടായിട്ടാണ് പ്രകാശം തരുന്നത്. അതായത് കൊടുക്കുന്ന വൈദ്യുതോർജ്ജം അവിടെ താപോർജ്ജമായിട്ടോ പ്രകാശോർജ്ജമായിട്ടും മാറുന്നു. താപോർജ്ജമായിട്ടും പ്രകാശോർജ്ജമായിട്ടും മാറുന്നു. ഇതാണ് ഫിലമെന്റ് ലാമ്പിലെ ഊർജ്ജമാറ്റം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. എന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടും പ്രകാശോർജ്ജമായിട്ടും മാറും. അവിടെ പ്രത്യേകത എന്താ? 60% താപോർജ്ജം, 40% പ്രകാശോർജ്ജം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് പ്രകാശോർജ്ജമാണ്. വേണ്ട പ്രകാശോർജ്ജം കുറച്ചേ കിട്ടുന്നുള്ളൂ, വേണ്ടാത്ത താപോർജ്ജം ഒരുപാട് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജ്ജനഷ്ടം ഉണ്ടാകുന്ന ലാമ്പാണിത്. അതുകൊണ്ട് തന്നെ ഫിലമെന്റ് ലാമ്പുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഊർജം താപോർജ്ജമായിട്ട് നഷ്ടപ്പെടുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് കുഞ്ഞുമക്കളെ നമ്മുടെ ഫിലമെന്റ് ലാമ്പിൽ പഠിക്കാനുള്ളത്. അടുത്ത സെക്ഷനിൽ പുതിയ ലാമ്പിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ.